ഇത് മാസ് മോട്ടോഴ്സ് ഇതാണ്. ഹോണ്ട ആക്റ്റീവ വണ്ടി വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ജനറൽ സർവീസ് ആയിട്ട് വന്നിരുന്നതാണ്. അപ്പോൾ വർക്ക് കഴിഞ്ഞതിന് ശേഷം നമ്മൾ കൊണ്ടുപോയിട്ടൊന്ന് വാട്ടർ സർവീസ് ചെയ്ത് ക്ലിയർ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ എഞ്ചിൻ റൂമിൻ്റെ ഉള്ളിലൊക്കെ അത്യാവശ്യം ചെളി കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ നീറ്റായിട്ട് നമ്മൾ കഴുകിയിട്ടുണ്ട്. അപ്പോൾ കാർബറേറ്റർ ക്ലീനിങ് ഉണ്ടായിരുന്നു. അത് നമ്മൾ വാഷിങ്ങിന് ശേഷമാണ് അഴിച്ച് ക്ലീൻ ചെയ്യണം കേട്ടോ. കാർബറേറ്റർ ക്ലീൻ ചെയ്യുമ്പോൾ നമുക്ക് ഈ സ്ലോ ജെറ്റൊക്കെ ബ്ലോക്ക് ആയിട്ട് കാണുന്നുണ്ട്. അപ്പോൾ കാർബറേറ്റർ ക്ലീനർ ഉപയോഗിച്ച് നമ്മൾ ക്ലീൻ ചെയ്ത് തരുന്നുണ്ട്. അതിനുശേഷം നമ്മളതിൻ്റെ വാഷിങ് കഴിഞ്ഞ് ചെക്ക് ചെയ്യുന്ന സമയത്ത് അവിടെയൊക്കെ തുരുമ്പുണ്ട്. ഈ കാണുന്ന ഭാഗത്തൊക്കെ തുരുമ്പാണ്. പ്ലാറ്റ്ഫോമിൻ്റെ ഭാഗത്തൊക്കെ മൊത്തം തുരുമ്പാണെന്നുണ്ട്. അപ്പോൾ ഭാഗങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ഇപ്പോൾ പ്ലാറ്റ്ഫോം ഒരു കോട്ടിങ് ബ്ലാക്ക് നമുക്ക് കൊടുക്കാം. മാറ്റ് മുകളിൽ വരുമ്പോൾ അറിയില്ല. കളറ് ഗ്രേ ആണെങ്കിലും ബ്ലാക്ക് കോട്ടിങ്ങാണ് ഉണ്ടാവുള്ളൂ. ബ്ലാക്ക് നമുക്ക് അടിച്ചിട്ടേക്കാം. കാരണം ഞാൻ തുരുമ്പിടാണ്ടിരിക്കുക എന്നുള്ള മെയിനായിട്ട് ആവശ്യം. പിന്നെ ഈ ചേസിൻ്റെ ഈ ഭാഗത്തൊക്കെ തുരുമ്പണി കാണണം കേട്ടോ. ഈ കാണുന്നൊക്കെ തുരുമ്പണം. ഒന്ന് ചിരണ്ടിയിട്ടൊന്ന് പെയിൻ്റ് അടിച്ചിട്ടേക്കാം. അതേപോലെ തന്നെ ഈ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്ക് ഈ ഫുഡ് റെസ്റ്റിൻ്റെ സൈഡിലൊക്കെ ഉണ്ട്. ഇവിടെയൊക്കെ കാണുന്ന തുരുമ്പാണ്. അപ്പോൾ ഇടയ്ക്കൊക്കെ തന്നെയും ഒന്ന് ഓപ്പണായിട്ട് കഴുകിയില്ലെങ്കിൽ ചേസൊക്കെ തുരുമ്പിട്ട് നമ്മൾ അറിയില്ലേ. അപ്പോൾ അതാരണം അഴിച്ചാണ് കൂട്ടത്തിക്കൂടെ നമ്മൾ ഫുള്ളായിട്ട് വാഷ് ചെയ്ത് കയറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ഫ്രണ്ട് ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും ബാറ്ററി വരുന്ന ഭാഗത്തൊക്കെ നല്ല രീതിയിൽ ചെളി ഉണ്ടായിരുന്നു. നമ്മൾ ആ ഫസ്റ്റിലത്തെ വീഡിയോ കണ്ടാൽ നമുക്ക് അറിയാം. കാരണം സർവീസ് വീഡിയോ ഞാൻ അയച്ചു തന്നപ്പോൾ അതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഈ ഭാഗത്തൊക്കെ അവസ്ഥ എങ്ങനെയായിരുന്നു എന്നുള്ളത് വെച്ച്. അതൊക്കെ ക്ലിയർ ചെയ്ത് നമ്മൾ റീസെറ്റ് ആക്കണമുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ജസ്റ്റ് ഒന്ന് പെയിൻ്റ് അടിച്ച് ഉണങ്ങേണ്ട ഒരു ടൈമുണ്ട്. എന്തായാലും വൈകിട്ടത്തേക്കാണ് നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. കാരണം ഇനിയിപ്പോൾ ഫ്ലോർ പെയിൻറ്റിങ് കൂടി ചെയ്ത ടൈം ഉണക്കാനുള്ളൊരു സമയം കൊടുക്കണം നമ്മൾ. അപ്പോൾ ഡീറ്റെയിൽസ് ഞാൻ കഴുകി വന്നപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് അപ്ഡേറ്റ് ചെയ്യുന്നുള്ളൂ. വൈകുന്നേരം നമുക്കൊരു 5 മണി 5:30 ആകുമ്പോഴത്തേക്കും വണ്ടി എടുക്കാം. ഓക്കെ.